ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നത് വയനാട്ടിലേക്കാണ്. സോ എഗെയിൻ വയനാട്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഞാൻ പോയിട്ടുള്ളതും ഞാൻ എപ്പോഴും പോകാൻ ആഗ്രഹിക്കുന്ന ആ സ്ഥലമാണ് വയനാട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് വയനാട്, നിങ്ങൾ പോയിട്ടുണ്ടോ? അല്ലേ പിന്നെ നിങ്ങൾക്ക് പോകാൻ നിങ്ങളുടെ നെക്സ്റ്റ് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലമാണോ വയനാട്? ഞാൻ പറയുവാണെങ്കിൽ എന്തായാലും നിങ്ങൾ വയനാട് വിസിറ്റ് ചെയ്യണം. സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നേരത്തെ മുൻകൂടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടിയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്വന്തം വാഹനത്തിലാണ് പോകുന്നത്. അപ്പം കാറിലായതുകൊണ്ട് തന്നെ ഒരു 2.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തു വയനാട്ടിലേക്ക്. അപ്പം നമ്മൾ ഇന്നൊരു റിസോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഒരു നൈറ്റ് സ്റ്റേ, ഒരു സ്റ്റേക്കേഷൻ എന്നൊക്കെ പറയാം. അപ്പം റിസോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്ക് മൈ ട്രിപ്പ് ത്രൂ ആയിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ പ്ലാൻ ട്രിപ്പൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും മേക്ക് മൈ ട്രിപ്പ് അതുപോലെ എയർബിഎൻബിയിലൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കുറച്ചുകൂടി റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ഏതാ നോക്കിയിട്ടാണ് ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിടാറ്. അപ്പം എപ്പോഴും മുൻകൂട്ടി ബുക്ക് ചെയ്തിടുന്ന സമയത്ത് കുറച്ചുകൂടി റേറ്റ് ഒക്കെ നമുക്ക് കുറവ് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെ ബുക്ക് ചെയ്തതാണ് ഈ ഒരു റിസോർട്ട്. അപ്പം നമ്മൾ പോകുന്നത് വിൻഫ്ലവർ റിസോർട്ടിലേക്കാണ് വയനാടുള്ളത്, കൈത്തിരി അടുത്തായിട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ മോസ്റ്റ്ലി ഹോട്ടലിലേക്കാട്ടും ഈ ഒരു റിസോർട്ട്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അതായത് ക്യാഷ് ബഡ്ജറ്റ് ഒക്കെ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ എപ്പോഴും റിസോർട്ട്സ് ആണ് പ്രിഫർ ചെയ്യാറ്. കാരണം അതാകുമ്പോൾ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റെസ്റ്റും കാര്യം കിട്ടും. കാരണം റിസോർട്ട്സിലാകുമ്പോൾ ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞങ്ങൾ പൊതുവെ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഒരുപോലെ കാടും മലയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ആൾക്കാരായതുകൊണ്ട് അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ഈ വയനാട് വരുന്നതും. വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ റിസോർട്ട്സിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാറ്. അപ്പം ഇതൊരു വൺ ഡേ 1 നൈറ്റ് സ്റ്റേ ആണ്. അപ്പം ഞങ്ങളിപ്പോൾ റിസോർട്ട്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പോകുന്ന വഴിയിൽ കണ്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു തേയിലത്തോട്ടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഒരു സൈഡിൽ, എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വെയിൽ ചെറിയൊരു കുറവുണ്ട്. അപ്പം ആ ഒരു ഇലയുടെ കളറും കാര്യങ്ങളൊക്കെ മാറുന്നത് എനിക്ക് കാണാൻ പറ്റും. നോക്കിയത് കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറല്ലേ. ഇപ്പോഴത്തെ സൈഡിലോട്ട് പോകുമ്പോൾ തേയിലയുടെ കളർ നോക്കുമ്പോൾ ഒരു ലൈറ്റ് കളർ, ഒരു പച്ചക്കളർ. അപ്പൊ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിവിടെ റിസോർട്ടിന്റെ ഉള്ളിലേക്ക് റീച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സൈൻ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റി ഒരു റിസോർട്ടിന്റെ ഉള്ളിലേക്ക്. അപ്പം ഇതിന്റെ പേര് നിങ്ങൾ തംബ്നെയിൽ കണ്ടാണ്. അത് ഈ റിസോർട്ടിന്റെ പേരെന്ന് പറയുന്നത് വിൻഫ്ലവർ റിസോർട്ട്സ് ആൻഡ് സ്പാ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് വൈത്തിരിയിലാണ് വരുന്നത്. അപ്പൊ ഒരു ചെറിയൊരു കയറ്റമുണ്ട് മുകളിലോട്ടേക്കായിട്ട് റോഡ് സൈഡിൽ നിന്ന്. അപ്പം പക്ഷെ എന്നാലും കൊള്ളാം, നല്ലൊരു രസമുള്ളൊരു യാത്രയായിരുന്നു ഇത്. അപ്പം ചുറ്റും ഇങ്ങനെ കുറേ ബോഗൻവില്ലയൊക്കെ അവർ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. 2 സൈഡിലും നിന്നിട്ട് ഇങ്ങനെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ വെൽക്കം ചെയ്ത് നിൽക്കുന്നത് പോലെയുണ്ട് കേട്ടോ, ബോഗൻവില്ല നിൽക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ആണ് കേട്ടോ. അന്നപൂർണ എസ്റ്റേറ്റിലാണ് ഈ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ ഉള്ളിലേക്ക് എത്തി. അപ്പം ഒരു ബുദ്ധ പ്രതിമയൊക്കെ അവിടെ ഉണ്ട്. അപ്പം നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ. അപ്പോൾ സ്റ്റാഫ് ആണെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റൂമും കാര്യങ്ങളൊക്കെ തന്നു. ചെക്കിങ് വളരെ സ്മൂത്തായിട്ട് നടന്നു, നേരത്തെ ബുക്ക് ചെയ്തതുകൊണ്ട്. അപ്പം പിന്നെ മേക്ക് മൈ ട്രിപ്പിലൂടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്തത് ഒരു സ്വീറ്റ് റൂം ആയിരുന്നു. ഇവിടെ മെയിനായിട്ട് സ്വീറ്റ് റൂം വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഒരു പ്രൈവറ്റ് വില്ലയും വരുന്നുണ്ട്. പ്രൈവറ്റ് വില്ലയിലാണെങ്കിൽ ജക്കൂസിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞങ്ങൾ എടുത്തത് ഒരു സ്വീറ്റ് റൂം ആയിരുന്നു. അപ്പം ഇവിടെ ചെക്ക് ഇൻ ടൈം വരുന്നത് 1 മണിയും പിന്നെ അതുപോലെ ചെക്ക് ഔട്ട് വരുന്നത് 11 മണിയാണ്. അപ്പം ഞങ്ങളുടെ റൂം ഇതാണ്, റൂം നമ്പർ 22. അപ്പം ഞാൻ ഓൾറെഡി കയറി ബാഗൊക്കെ വെച്ചു. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ടൊരു TV യൂണിറ്റ് ഉണ്ട്, പിന്നെ ഒരു നല്ലൊരു വിശാലമായിട്ടുള്ളൊരു കൗച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പുറത്തോട്ടേക്കൊരു ഡോർ ഉണ്ട് കേട്ടോ, നമുക്ക് പുറത്തോട്ടേക്ക് തുറക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, ഓപ്പൺ സ്പേസ് ഉണ്ട് അവിടെ. നമുക്കൊരു ഗ്ലാസ് ഡോർ ഉണ്ട്. അപ്പോൾ അത് തുറന്നു വരുമ്പോൾ ഒരു വിശാലമായിട്ടുള്ളൊരു മുറ്റാണ്. ഇവിടെ ഒരു കോമൺ സ്പേസ് ആണ് ആക്ച്വലി. അപ്പുറത്തെ സ്വീറ്റ് റൂമിലുള്ള അതുപോലെ അപ്പുറത്തെ വില്ലയിലുള്ളവർക്കും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ആ ഒരു മുറ്റം എന്ന് പറയുന്നത്. അപ്പം നല്ല വിശാലമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നല്ലൊരു സോഫ സെറ്റൊക്കെ ഉണ്ട്. പിന്നെന്താണ്, അങ്ങനെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ വെച്ചു. അപ്പം ഞാൻ റൂമിൽ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പം അച്ഛൻ എന്തൊക്കെയോ കോളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എപ്പോഴും, അതായത് എന്തെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങും അപ്പം എനിക്കിതിൽ പോസ്റ്റ് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ പോയൊരു യാത്രയാണിത് സത്യത്തിൽ. അപ്പം അങ്ങനെ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ.
അപ്പോൾ എന്തായാലും റൂമും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു വിശാലമായിട്ടുള്ള സ്പേസ് ആണ്. അങ്ങനെ ഒരു ട്വിൻ ബെഡൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു ഇത്. കർട്ടനൊക്കെ നീക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വെളിച്ചമൊക്കെ വരും കേട്ടോ റൂമിലോട്ട്. അപ്പോൾ ഇവിടെ സ്പാ കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ഈ വിൻഫ്ലവറിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ റിജുനേഷൻ തെറാപ്പീസ് ഒക്കെ ഉണ്ടായിരുന്നു, ഫുഡ് മസാജും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രോഷർ റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഓൾറെഡി ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങളോട് സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പായുടെ കാര്യത്തിനെ കുറിച്ചിട്ട്. അടുത്ത് നമ്മൾ കാണുന്നതാണ് ഈ റൂമിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടത്. അതായത് ഇവിടുത്തെ ബാത്റൂം ആണ് കേട്ടോ അത്. അപ്പം ഇവിടെ നമുക്കൊരു ലഗേജ് സ്പേസ് ഉണ്ട്, പെട്ടിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ഒരു വലിയൊരു വിശാലമായിട്ടുള്ള ഒരു മിറർ ഉണ്ട് കേട്ടോ. ഫുൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു മിറർ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെന്താണ്, ഈ സൈഡിലേക്ക് നമുക്ക് ഒരു വാക്കിംഗ് വാർഡ്രോബ് ആണത്. പിന്നെ ഇതൊരു വിശാലമായിട്ടുള്ള ഒരു ബാത്റൂം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബാത്റൂം കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ബാത്റൂമിന്റെ വലിപ്പം കണ്ടിട്ട് ഒരു നിമിഷം എനിക്ക് നല്ല ഡൗട്ടായിപ്പോയി. സത്യത്തിൽ ഇത് കുളിക്കാൻ തന്നെയാണോ അല്ലെങ്കിൽ ഇതെല്ലാം ഉറങ്ങാൻ വേണ്ടിയിട്ടാണോ? അപ്പൊ അവരുടെ ടോയ്ലറ്ററീസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു വലിയ മിററും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബാത്റൂമിന്റെ ഭംഗി കുറച്ചുകൂടി നന്നായിട്ട് ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പം ചിരിച്ചത് നിങ്ങൾ കണ്ടില്ല. അതായത് നല്ല വലിയൊരു വലുപ്പത്തിലുള്ളൊരു മിറർ. അപ്പൊ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബാത്റൂം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓപ്പൺ സ്പേസ് പോലെയാണ്. മിറർ ആണ് മുകളിൽ, ഗ്ലാസ് മിററാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ അടുത്തുള്ള ഒരു വില്ല എന്ന് പറയുന്നത് കുറച്ച് ദൂരെയായിട്ടാണ് വരുന്നത്. അപ്പം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവരിതിൻ്റെ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രാത്രിത്തെ ഫുഡിന് ശേഷം ഞങ്ങൾ ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ഔട്ട്ഡോർ ഗെയിംസ് അതുപോലെ ഇൻഡോർ ഗെയിംസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞാൻ പുറത്തത്തെ കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്തില്ല. ഇതിപ്പം ഇവിടെ ഉള്ളിൽ തന്നെ ഹോട്ടലിൻ്റെ താഴെ തന്നെയായിട്ടുണ്ടായിരുന്ന ഒരു ഗെയിമിംഗ് സെൻ്റർ ആണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഞ്ഞ് മൂടി കിടക്കുന്ന ഈ ഒരു മലനിരയൊക്കെ കാണാൻ എന്ത് രസമല്ലേ. അപ്പം നിങ്ങളെ കാഴ്ചയൊക്കെ കണ്ട് ചെറിയൊരു വാക്കിങ്ങിന് ഇറങ്ങി കേട്ടോ. അപ്പം പുറത്തൂടെ കാഴ്ചയൊക്കെ കണ്ട് നടക്കുമ്പോഴാണ് ഈ ഒരു കക്ഷിയെ കണ്ടത് കേട്ടോ. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ റിസോർട്ടിനോട് വിട പറയാൻ വേണ്ടി നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഇവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ വീഡിയോയിലും കണ്ണിലും ഒക്കെ മനസ്സ് നിറച്ച് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളൊക്കെ വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതും വയനാട്ടിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. അപ്പൊ റൂമൊക്കെ ക്ലോസ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിസപ്ഷൻ ഏരിയയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. 11 മണിക്കാണ് ഇവിടെ ചെക്ക്ഔട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റേക്കേഷൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഇതുപോലെയുള്ള മറ്റ് ഒത്തിരി വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളെ ഫോളോയും കൂടി ചെയ്യണം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.